വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾ സംസ്ഥാനം വിടരുത്, വിചാരണ കഴിയും വരെ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത്. 19 പ്രതികൾക്ക് കർശന ഉപാധികളോടെ ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഈ കേസിന്റെ വിചാരണ കഴിയും വരെ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുതെന്നും പ്രതികൾ സംസ്ഥാനം വിട്ടു പോകരുതെന്നുമാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. ജാമ്യം നൽകരുതെന്ന CBIയുടെ എതിർപ്പൊക്കെ തള്ളിയാണ് ഇപ്പോൾ ഹൈക്കോടതി നടപടിയുണ്ടായിരിക്കുന്നതും. പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെതിരെ സിദ്ധാർത്ഥന്റെ മാതാവടക്കം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ കേസിൽ നേരത്തെ തന്നെ CBI പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചതെന്നും തങ്ങൾക്ക് ജാമ്യം തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടതെന്നുമാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചത്. പ്രതികൾ ഈ കേസിനെ ഒരു വിധത്തിലും സ്വാധീനിക്കാൻ കെൽപ്പുള്ളവരല്ലെന്നും വിദ്യാർത്ഥികളായ ഇവർ 2 മാസത്തിലധികമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണെന്നുമായിരുന്നു അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്നും പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നുമാണ് CBI കോടതിയിൽ ആവശ്യപ്പെട്ടത്. 2024 ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പ്രതികൾ പരസ്യ വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് കേസ്. അതേസമയം സിദ്ധാർത്ഥിന്റെ മരണം ക്രൂരമർദ്ദനമേറ്റെന്നായിരുന്നു CBI കണ്ടെത്തിയത്. ലെതർ ബെൽറ്റ്, ഗ്ലൂ ഗണ്ണിന്റെ കേബിൾ വയർ തുടങ്ങിയവ കൊണ്ടെല്ലാം മർദ്ദിച്ചു എന്നും ലെതർ ബെൽറ്റ്, ഗ്ലൂ ഗണ്ണിന്റെ കേബിൾ വയർ തുടങ്ങിയവ കൊണ്ടെല്ലാമാണ് മർദ്ദിച്ചിരിക്കുന്നത്. കോളേജിലെ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് കുറ്റവിചാരണ നടത്തി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചായിരുന്നു മർദ്ദനമെന്നും ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുകയാണ് CBI. ഹൈക്കോടതിയിൽ ഹാജരാക്കിയ പ്രാഥമിക കുറ്റപത്രത്തിലാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങളുള്ളത്. പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതായി ഈ കുറ്റപത്രത്തിൽ പറയുന്നു. തുടർച്ചയായി മർദ്ദനമേൽപ്പിച്ചെങ്കിലും സിദ്ധാർത്ഥന് ആവശ്യമായ വൈദ്യസഹായമൊന്നും ലഭ്യമാക്കിയില്ല. മാനസിക ആഘാതം മറികടന്നതിന് സഹായിച്ചില്ല. പ്രതികളുടെ മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധന നടത്തണമെന്നും കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുമായിരുന്നു CBI റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇതിനിടെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡൽഹി എയിംസിനെ അടക്കം CBI സമീപിച്ചിരുന്നു. സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം ഫോറൻസിക് റിപ്പോർട്ട് അടക്കം എയിംസിലേക്ക് അയച്ചു നൽകിയാണ് ഡൽഹി എയിംസ് ഉദ്യോഗസ്ഥരോട് CBI വിദഗ്ധ ഉപദേശം തേടിയതും. അതായത് CBIക്ക് അറിയേണ്ടത് ഇതാണ്: സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതാണ്. കാരണം ഇപ്പോഴും സിദ്ധാർത്ഥിന്റെ മരണം തൂങ്ങി മരിച്ചതാണോ അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ ഈ മരണത്തിന് കാരണമെന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അതിനാൽ തന്നെയാണ് ഇങ്ങനെ ഈ ഒരു മരണം എങ്ങനെയെന്നുള്ളത് അറിയാനായി എയിംസിനെ സമീപിച്ചിരിക്കുന്നത്. നിലവിൽ എയിംസിലെ മെഡിക്കൽ ബോർഡൊക്കെ രൂപവൽക്കരിച്ച് വിദഗ്ധ ഉപദേശമാണ് CBI തേടിയിരിക്കുന്നതും. കേസിലെ പ്രാഥമിക കുറ്റപത്രം CBI നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ആക്രമണമാണെന്നും പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമെന്നുമായിരുന്നു CBI കോടതിയെ അറിയിച്ചത്. കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി തുടർന്നാണ് ഇപ്പോൾ കേസിലെ പ്രതികൾക്ക് ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. തുടർന്നാണ് ഈ കേസിൽ ഹൈക്കോടതി ഉപാധികളോടെ പ്രതികൾക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.